പക്ഷേ അതിന്റെ അടിസ്ഥാന പണി വിടാൻ പറ്റുമോ രാഹുലെ? രാഹുൽ എപ്പോഴും നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു പോയിന്റിലേക്ക് രാഹുൽ അതിനെ കൊണ്ടുവരും. നമ്മൾ വെറുപ്പിനെ കുറിച്ചും സംഘർഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ നല്ല ഫ്ലോയിൽ വന്നിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പോയിന്റിൽ ആദരണീയനായ ഗുരുജി ഗോൾവർക്കർ എന്ത് രാഹുലെ RSS ഈ പണി നിർത്തിയിട്ട് പിന്നെ എന്തിനാ പോവുക? കുടിവെള്ള വിതരണത്തിന് പോകുമോ അതോ നേത്രദാന ക്യാമ്പിന് പോകുമോ? RSSന് വേറെന്ത് പണിയാ അറിയാവുന്നത്? RSSന് ഈ പണിയാ അറിയാവുന്നത്. RSS 925 ഉണ്ടാക്കിയിരിക്കുന്ന ഈ പണിക്കുമാണ്. അല്ല പിന്നെ RSS എന്തിനാണ് RSS എന്താണ് പിന്നെ എന്തിനാ പോവാ? എനിക്ക് ഒരു വരി തന്നാ മതി. ഈ പറയുന്നത് നിഷാദ് എന്ന മാധ്യമ പ്രവർത്തകനോടല്ല, രാഹുൽ ഈശ്വർ എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് നിഷാദ് എന്ന മുസ്ലിമിനോടാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കളുടെ മനസ്സിലുള്ള ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത്. അത് ഗാന്ധിജി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശത്രുവിനെ നിർമ്മിച്ച് ആ ശത്രുവിനെ പോരടിക്കാൻ വേണ്ടി ഉള്ളൊരു സംഘം ചേരലോ അല്ലെങ്കിൽ ആൾക്കൂട്ടലോ ഉണ്ടാകണം. ആത്മീയ ശൂന്യത എന്നുള്ള വലിയ വാക്കൊന്നും പറയല്ലേ എന്റെ രാഹുല. ഇത് ആത്മീയ ശൂന്യത അല്ല, ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യുകയാണ് വളരെ പർപ്പസ്ഫുള്ളി. അത് ചെയ്യുന്ന കേന്ദ്രം ഇവിടെ ഉണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്ക് അങ്ങനെ സ്വയമേവ എന്തോ ഒരു ആത്മീയ ശൂന്യത കൈവന്നിരിക്കുന്നു എന്ന് രാഹുൽ വെറുതെ പടച്ചുണ്ടാക്കല്ലേ. രാഹുലെ സംഗതി സിമ്പിളാണ്. ഈ സംഗതി സിമ്പിളാണ്. ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളുടെയും കാരണം അപ്പുറത്തുള്ള ആളാണെന്ന് പറയാം, എന്നിട്ട് അവരെ ആക്രമിക്കാൻ പറയാം. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഗാന്ധിജിയുടെ വരി കേൾക്കൂ, അങ്ങ് ഒരു വരി കേൾക്കൂ. ഗാന്ധിജി എടുത്തു പറയുന്നുണ്ട്, യു തിങ്ക് ഹേറ്റ് ഈസ് ദ പ്രോബ്ലം, നോ ഫിയർ ഈസ് ദ പ്രോബ്ലം. ഗാന്ധിജിയുടെ കൊട്ടേഷൻ ആണ്. നിങ്ങൾ കരുതും വെറുപ്പാണ് ആ ഫിയർ വരുന്നത്, ഒരു വരി കൂടെ കേൾക്കൂ ദയവായി. ആ ഫിയർ വരുന്നത് ഹിന്ദുക്കളുടെ ഒരു സ്പിരിച്വൽ വാക്യൂമിൽ നിന്നാണ്. ഈ വാക്യൂമിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നത്, മുഹമ്മദ് സുബൈറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരുമിച്ചുണ്ടാക്കിയതല്ലേ രാഹുൽ ഈ രാജ്യം. ഇപ്പോഴല്ല ഈ പറയുന്ന പരിപാടി മുഴുവൻ തുടങ്ങിയത്. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. ഇത് നൂറ്റാണ്ടുകളുടെ പ്രശ്നമാണ്. ഒരു നൂറ്റാണ്ടുമില്ല. 925 മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. 925 മുമ്പ് ഒരു കുഴപ്പമുണ്ടായില്ല. ഒരുമിച്ചാണ് മനുഷ്യന്മാർ ഈ രാജ്യം മേടിച്ചത്, ഒരുമിച്ചാണ് ഈ രാജ്യം പോരാടി മേടിച്ചത്, ഉണ്ടാക്കിയത്. ഇപ്പോഴാണ് ഇതിന്റെ സോക്കേട് കൂടിയത്. ശരി, ആത്മീയ ശൂന്യതയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനം ഞാൻ പറയാം. അഡ്വക്കേറ്റ് PA പൗരൻ രാഹുലിന്റെ പോയിന്റ് മാർക്ക് ചെയ്തു. അഡ്വക്കേറ്റ് PA പൗരൻ, ഇവിടെ കേരളത്തിലെ ഈ പ്രശ്നത്തെ നാം എങ്ങനെയാണ് നേരിടുക? നമ്മുടെ കയ്യിൽ പോലീസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് നടത്തിയിട്ടുള്ള BJP RSS ഓർ ഹിന്ദുത്വ ആൾക്കാരെ പിടിച്ച് അകത്തിടാം, ഇനിയും പോലീസ് വിജിലൻസ് കൂട്ടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയ്റ്റ് സ്പ്രെഡിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ടെക്നിക്കലി. അതിനപ്പുറം നമ്മൾ പൊളിറ്റിക്കലി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്താണ് PA പൗരൻ ലാക്ക് ചെയ്യുന്നത്? ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള കൊലപാതകവും ഇത്രയും കാലം RSSും ഹിന്ദു പരിവാരും അല്ലെങ്കിൽ സംഘങ്ങളും പരീക്ഷിച്ചത് ഗുജറാത്തിലും UPയിലും ബീഹാറിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുമാണ്. പക്ഷേ ഇപ്പോൾ അത് പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം നിഷാദ് പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ RSSന് BJPക്ക് കുറച്ചും കൂടി ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആ സ്ഥലത്ത് അവർ ഇത് പരീക്ഷിച്ചു. ആ പരീക്ഷണം വിജയപ്രദമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇതര ജില്ലകളിലേക്കും അവർ വ്യാപിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇത് വന്നിരിക്കുന്നു? തമിഴ്നാട്ടിൽ ഇത് പരീക്ഷിച്ചിട്ടില്ല, ഉണ്ടാകാം. പക്ഷേ കേരളത്തിൽ അവർ പരീക്ഷിക്കാൻ പ്രധാനമായ കാരണം ഇവിടെ തിരുവനന്തപുരവും ഡൽഹിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമുണ്ട്. ആ പാലം നിതിൻ ഗഡ്കരി മുതൽ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പാലം, ജോൺ ബ്രിട്ടാസ് വരെയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന പാലം, അത് വളരെ സുസജ്ജമാണ്, വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ ഇവിടെ ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം 1925 നിഷാദ് പറഞ്ഞതുപോലെ മലബാർ കലാപമാണ്, അതിൽ കുറച്ച് ഹിന്ദുക്കൾ മരിച്ചു, അതുകൊണ്ടാണ് അവർ RSSന് രൂപം കൊടുത്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വംശീയ കലാപങ്ങൾ മെക്കനൈസ് ചെയ്യുന്നതും ആസൂത്രണം ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല ഗുജറാത്ത് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് UPയിലേക്കും ബീഹാറിലേക്കും മറ്റ് നോർത്ത്
ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചു. ഇപ്പോൾ നേരത്തെ ശ്രീ അനൂപ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് അവർ കേരളത്തിലേക്കും അത് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ അത് വിജയപ്രദമാകും. കാരണം നമുക്കറിയാം ധാരാളം ഡീലുകൾ നടന്നിരിക്കുന്നു. ആ PM ശ്രീ പ്രോജക്റ്റ് ആയാലും ശരി, ഇപ്പോഴത്തെ മറ്റ് എല്ലാ പ്രോജക്റ്റുകളായാലും പദ്ധതികളായാലും നമുക്കറിയാം അതിനകത്ത് ഒരു അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു വലിയ നെക്സസ് ഉണ്ട്. ആ നെക്സസ് ഇവിടെ സജീവമാണ്, അത് സുരക്ഷിതമാണ്. അത് അടുത്ത ഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ മോഡി 3 പ്രാവശ്യം ഡൽഹിയിൽ പ്രധാനമന്ത്രിയാകുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് BJP RSS ഹിന്ദുത്വ നെറ്റ്വർക്ക് കേരളത്തിൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നതിന് താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഫാക്ട്സ് എന്തൊക്കെയാണ്? കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണമല്ലോ. മറ്റേത് PM ശ്രീയിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ആരോപണമായി ഉന്നയിക്കാമെന്നല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തൊക്കെ പോയിന്റ് വെച്ചിട്ട് ഹിന്ദുത്വ സംഘ് പരിവാറിന് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാനും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനും കഴിയുന്നു എന്ന് സ്ഥാപിക്കാൻ താങ്കൾക്ക് കഴിയുമോ?